ഒരുപാട് സൈക്കോളജിസ്റ്റുകളോ തെറാപ്പിസ്റ്റുകളൊക്കെ സംസാരിക്കുമ്പോൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. അറേഞ്ച്ഡ് മാരേജ് ഓർ ലവ് മാരേജ് എന്ന് ചോദിക്കുമ്പോൾ കൂടുതൽ നിലനിൽക്കുന്നതും കൂടുതൽ പ്രശ്നങ്ങൾ കുറവും അറേഞ്ച്ഡ് മാരേജിലാണെന്ന്. ചിലപ്പോൾ അതൊരു എന്താ പറയുക, കേൾക്കുമ്പോൾ നമുക്ക് ഇപ്പം ഞാൻ വളരെ നന്നായി പ്രണയിച്ച് കല്യാണം കഴിച്ച് ജീവിക്കുന്നവരുണ്ടെങ്കിൽ പോലും എന്താണ് ഇതിൽ കോച്ചിന്റെ ഒരു ടേക്ക്? എനിക്ക് അങ്ങനെ തോന്നിയിട്ടേ ഇല്ല. ഐ ഡോണ്ട്, ബിക്കോസ് എനിക്ക് അറേഞ്ച് മാരേജ് ചെയ്ത് നന്നായിട്ട് പക്ഷെ ഇന്നത്തെ കാലത്ത് ലവ് അറേഞ്ച്ഡ് മാരേജ് എന്ന് മാരേജ് പറഞ്ഞൊരു ചെയ്യുന്ന സിനാരിയോ ഇല്ലെന്ന് തോന്നുന്നു. ബട്ട് ഇല്ല സ്റ്റിൽ ഇല്ല പക്ഷെ അതിനകത്ത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഇറ്റ്സ് ഓൾ അബൌട്ട് അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ. ഒരാൾക്ക് ഒരാളെ നമ്മൾ രണ്ട് വ്യക്തികളല്ലേ, രണ്ട് വ്യക്തി ഇപ്പൊ ഈ രണ്ട് കൈ ഇതിന് നമ്മളിങ്ങനെ തെറാപ്പിസ്റ്റ് കൂട്ടിപ്പിടിക്കാൻ പറഞ്ഞ റീസൺ ഞാൻ കേട്ടപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയാണ് കേട്ടോ ഞാനിത് ഓർത്ത് വെച്ചത്. പറഞ്ഞ റീസൺ എന്താന്ന് വെച്ചാൽ, ഇൻ ലവ് മാരേജസ് വെൻ, അതായത് കല്യാണം കഴിക്കുമ്പോൾ നമ്മൾ 100 തുടങ്ങുന്നത്. ഓക്കെ ബിക്കോസ് വി ആർ അറ്റ് ദറ്റ് പീക്ക് അല്ലേ. അതിൽ നിന്ന് പിന്നെ അങ്ങോട്ടേക്ക് പോകാൻ സാധ്യതകൾ വളരെ കുറവാണ്, ഇങ്ങോട്ടേക്ക്. അതേസമയത്ത് അറേഞ്ച്ഡ് മാരേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയില്ല, നമ്മളിങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടാണ്. ദെൻ ദറ്റ് എക്സ്പ്ലോറേഷൻ ബിക്കംസ് എ ബിറ്റ് മോർ എന്താ പറയുക ഇൻട്രസ്റ്റിംഗ് എന്നുള്ളതാണ് ഒരു പോയിന്റ്. ആൻഡ് അത് പറഞ്ഞപ്പോഴും പുള്ളിക്കാരി പറയുന്നുണ്ടായിരുന്നു, ഇറ്റ്സ് നോട്ട് ലൈക്ക് 60-40 പോലെയൊന്നും അല്ല ഞാൻ പറയണേ. ഇറ്റ് ജസ്റ്റ് ഒരു 80-100 പോലെയൊക്കെ. അത്രയും ഡിഫറൻസസ് ഒക്കെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നുന്നത് എപ്പോഴും അറേഞ്ച്ഡ് മാരേജിലാണ്. ഇതിനകത്ത് ഒരു കോച്ചിങ് പെർസ്പെക്റ്റീവ് പറയാനാണെങ്കിൽ നമ്മുടെ ഡീപ്പ് റൂട്ടഡ് ബിലീഫ്സ് എല്ലാം നമ്മുടെ ലിമിറ്റിംഗ് ബിലീഫ്സ് ആയിട്ട് മാറും. അപ്പം നമുക്ക് തന്നെ അകത്തൊരു ഒരു തോന്നലുണ്ടെന്ന് വിചാരിക്കൂ, അറേഞ്ച് മാരേജേ പറ്റുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ആരും അങ്ങനെ ചെയ്തിട്ടില്ല, അപ്പം നമ്മളിങ്ങനെ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ അവർ അങ്ങനെ ചെയ്തത് കൊണ്ടാണ് അവർക്ക് ഇങ്ങനെ പറ്റിയത്. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം ഒരു പരിധിയിൽ അല്ലെങ്കിൽ മറ്റേ രീതിയിൽ നെഗറ്റീവ്ലി നമുക്ക് മാനിഫെസ്റ്റഡ് ആയിട്ട് വരും. ഇത് സത്യത്തിലുള്ള കാര്യം തന്നെയാണ്, ഒരാവശ്യമില്ലാതെ വരുന്ന ഒരു കാര്യമാണ്. അല്ലാതെ നമ്മൾ രണ്ട് മനുഷ്യരെ ഒരുമിച്ചാവുന്നു, തീരുമാനിക്കുന്നു, അത് പരസ്പരം അറിയലാണ്. അത് എത്ര നന്നായിട്ട് അറിയാൻ പറ്റുന്നോ, എത്ര നന്നായിട്ട് അറിയാൻ പറ്റുന്നതിനേക്കാൾ ഉപരി തോൽക്കാൻ റെഡിയാവലാണ് സത്യം പറഞ്ഞ. എനിക്കാണ് മനസ്സിലായില്ല. ദെൻ ഞാൻ പിന്നെയും ട്രൈ ചെയ്യാണ്. അപ്പം എനിക്ക് കുറച്ച് മനസ്സിലായി. എനിക്ക് ഇവിടെ മനസ്സിലായില്ല, ഞാൻ ഇത്രയും മനസ്സിലാക്കി. ഇത് ഒരുമിച്ചുള്ള വളരല, ഇറ്റ്സ് ഇവോൾവിംഗ്. മാറുകയും ചെയ്യും അല്ലേ. അതൊരു വലിയ പ്രോബ്ലമാണ്. ചില കപ്പിളിന്റെ പ്രശ്നം അവർ തുടങ്ങുന്ന സമയത്ത് ഒരു പാർട്ട്ണർ തുടങ്ങുന്ന സമയത്ത് നിന്ന പോലെ തന്നെ നിൽക്കും, മറ്റേ ആളും കൂടെ മുമ്പോട്ട് പോകും. അതിന് വേണ്ടി തിരിച്ചു നോക്കുമ്പോ ഇയാൾ എനിക്ക് ഓക്കെ അല്ല എന്ന് പറയും. അപ്പൊ എന്താ പ്രശ്നം വെച്ചാൽ ഇയാള് പണ്ടും ഇങ്ങനെയാ ഇപ്പോഴും ഇങ്ങനെയാ, മാറിയത് ഞാൻ. അതിൽ ആരുടെ സൈഡിലാണ് ആക്ച്വലി തെറ്റ്? ഞാൻ ഇങ്ങനെ ഒരുപാട് റിലേഷൻഷിപ്സ് കണ്ടിട്ടുണ്ട്. ഞാൻ വെൻഡ് ഔട്ട് സെഷൻ ഒക്കെ ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരുപാട് കണ്ടിട്ടുണ്ട്. അതായത് രണ്ടുപേരും, അതായത് വളരെ ചെറുപ്പത്തിലൊക്കെ സ്റ്റാർട്ട് ചെയ്ത 16 വയസ്സിൽ 17 വയസ്സിലൊക്കെ പ്രണയം തുടങ്ങിയ ആൾക്കാരായിരിക്കും. എന്നിട്ട് ഒരു പോയിന്റ് വരെ എത്തിക്കഴിയുമ്പോൾ ഒരാൾ മനസ്സിലാക്കും, മറ്റേ ആളും ആ പോയിന്റിൽ കൂടെ ഒക്കെ പോയിട്ടുണ്ട് കേട്ടോ. അതായത് ഇപ്പം പുറത്ത് പോവാ, പഠിക്കുക, അങ്ങനത്തെ ഒക്കെ റീസൺസ് ആയിക്കോട്ടെ. അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് ദ അതർ പേഴ്സൺ വുഡ് ഡിമാൻഡ്, ഇങ്ങനെ വേണം, നീ ഇപ്പം മാറി, നീ മാറാൻ പാടില്ല, നീ ഇങ്ങനെ തന്നെ നിൽക്കണം എന്നായിരിക്കും ഡിമാൻഡ് ചെയ്യാം. പക്ഷെ ഒരു പോയിന്റ് എത്തി ഇവർക്ക് അങ്ങനെ ലൈഫിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ, അതായത് ഇപ്പോൾ പഠിക്കണം അല്ലെങ്കിൽ ജോലി ചെയ്യണം, ബിസി ഷെഡ്യൂളായി എന്നൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് അവർ മാറും. ദെൻ ദേ വിൽ ഫൈൻഡ് ദ അതർ പേഴ്സൺ, അയ്യോ അത് മാറാത്തതൊരു പ്രശ്നമായിട്ട്, അതായത് മാറില്ലേ നമ്മൾ. അപ്പം ഞാൻ എല്ലാ സമയത്തും ഇതെങ്ങനെ റിഫ്ലക്ട് ചെയ്യാന്ന് എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ വരാറുണ്ട്. ബേസിക്കലി ഇതിനകത്ത് കോച്ചിങ് പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം നമുക്ക് ഈ മാറ്റത്തിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്, എത്രത്തോളം പറ്റില്ല എന്നുള്ളത് മാത്രമാണ്. പക്ഷെ ജനറലി നമുക്ക് മാറിയില്ല ഇയാളെ ബ്ലെയിം ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരില്ല. നമുക്ക് ജനറലി മാറണ്ടേന്ന് തന്നെ ചോദിക്കാനുള്ള ടെൻഡൻസി വരാം. ഇപ്പോൾ കാലത്തിനനുസരിച്ച് നമ്മൾ ഇത്രയും കാലം ആകുമ്പോഴൊക്കെ മാറണ്ടേ എന്ന് ചോദിക്കാനുള്ള ഒരു ടെൻഡൻസിയാണ് എപ്പോഴും വരാം. ബട്ട് ദെൻ ദാറ്റ്സ് അഗെയിൻ ചില ഫറക്കറിയാം. ഞാൻ ഒരുപാട് കരിയർ തുടങ്ങിയ സമയത്ത് ഒത്തിരി സങ്കടപ്പെട്ട ഒരു ക്ലയൻറ്റ് ഉണ്ടായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ആർ ബോത്ത് ഗൈനക്കോളജിസ്റ്റ്. അപ്പോൾ ബേബി ആയി കഴിഞ്ഞപ്പോൾ ദ വേ ഷി വാസ്, പുള്ളിക്ക് എടുക്കാനേ പറ്റിയില്ല. കംപ്ലീറ്റ് പ്രഗ്നൻസിയിൽ കൂടെ ഒന്ന് ഡെലിവറി കഴിഞ്ഞു, ബേബി ഒരു 1 year ആയപ്പോൾ ദേ ഡിവോഴ്സ്ഡ്. ദ വേ ഷീ ചേഞ്ച്ഡ്. ആ പ്രിഫറൻസസ് മാറിയതാണോ അല്ല, ദ വേ ഷീ ചേഞ്ച്, അതാ പറയുന്നത്. ദ വേ യു ചേഞ്ച്, the way you talk, the communication, the pitch, the modulation, your thoughts, the way you were with me, the way you ruled the home, the way you were around me. എൻ്റെ പഴയ എനിക്ക് പറ്റില്ല, ഐ എം സോ സോറി, അങ്ങനെയാണ്. അപ്പോൾ ഷീ ഈസ് ഓൾസോ ലൈക്ക് ഷീ ഈസ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഷീ ഈസ് ലൈക്ക് പഴയ ആളവൻ എനിക്ക് പറ്റില്ല, ഞാൻ ഈ പുതിയ സെൽഫാണ്. അങ്ങനെ പിരിഞ്ഞു പോകുന്ന എത്രയോ പേരുണ്ട്. അവിടെ നമുക്ക് ആക്ച്വലി അവരോട് മാറണ്ടെന്നോ ഇയാളോട് മാറിയത് അക്സെപ്റ്റ് ചെയ്യുമെന്നോ പറയാൻ പറ്റില്ല. ഞാൻ പറയണത്
ലെറ്റ് us ഹാവ് ദറ്റ് സ്പേസ് എന്നാ. പക്ഷെ ഇവർക്ക് രണ്ടുപേർക്കും കുറച്ച് കാലം കൂടെ ആ മാറ്റങ്ങളെ അക്സെപ്റ്റ് ചെയ്തൊന്ന് നിൽക്കാനുള്ളൊരു സ്പേസ് നമുക്ക് കൊടുക്കാൻ പറ്റിയാലോ ആസ് എ തെറപ്പിസ്റ്റ്. നമുക്ക് ഒരുമിച്ചൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. മേ ബി വി ക്യാൻ കം ഡൗൺ ടു എ സ്പെസിഫിക് ടൈം. ആ. അതൊരു ഒരു 6 months പോലെ പറയൂ. ഇപ്പോൾ 6 months ആയിക്കോട്ടെ, ഒരു 1 year ആയിക്കോട്ടെ. ക്യാൻ വി ഗിവ് ദിസ് എ ട്രൈ? നിങ്ങൾക്കത് വേണമെന്നുണ്ട്. ചില ആൾക്കാർക്ക് റിലേഷൻഷിപ്പിന് ഒരു ചാൻസും കൂടെ കൊടുക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. അങ്ങനെയുള്ളവരുടെ നമ്മൾ അങ്ങനത്തെ അപ്രോച്ചാണ് ചെയ്യുക. നമ്മൾ കറക്റ്റായിട്ട് ടാസ്ക് കൊടുത്ത് അവർ പരസ്പരം ഇൻവോൾവ് ചെയ്ത് അങ്ങനെ പോവാം. ആരും ഇങ്ങനെ ആയിരിക്കണമെന്നോ അങ്ങനെ ആയിരിക്കണമെന്നോ നിർബന്ധമൊന്നുമില്ല. ചില ആൾക്കാരുണ്ട്, അവർ ഭയങ്കരമായിട്ട് ഇൻ്റർകോഴ്സൊക്കെ ഫിസിക്കലി ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. ഒരു പരിധി കഴിയുമ്പോൾ എനിക്ക് മടുത്ത് നിർത്തി, സ്റ്റോപ്പ് ഇട്ട പോലെ, ഫുൾ സ്റ്റോപ്പ് ഇട്ട പോലെ ഇങ്ങനെ നിർത്തി കളയും. അപ്പം പിന്നെ മറ്റേ പാർട്ട്ണർ എന്ത് ചെയ്യും?